എയ്ഡഡ് സ്കൂളുകളിൽ നിശ്ചിത കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യതയില്ലാതെ അധ്യാപക നിയമനം, സ്ഥാനക്കയറ്റം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് 21/3/2025 തീയതിയിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ H3 3407/2025 സർക്കുലർ 1/6/2012 മുതൽ സ്ഥിരം തസ്തികയിൽ നിയമിതരാകുന്ന എല്ലാ സ്കൂൾ അധ്യാപകർക്കും കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ്. 1/6/2012 മുതൽ 2019-20 അധ്യയന വർഷം വരെ നിയമിതരായ അധ്യാപകർക്ക് പല പ്രാവശ്യമായി സർക്കാർ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കാൻ ഇതിനോടകം തന്നെ 10ലധികം പരീക്ഷകളും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. 2019-20 ശേഷം കേട്ടറ്റ് യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കാവൂ, യോഗ്യതയില്ലാത്തവരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടണമെന്ന് സർക്കുലർ പറയുന്നു. 2019-20 ശേഷം നിയമനം നടത്തുന്നതിന് അനുവദിച്ച തീയതിയായ 15/7/2021 മുതൽ കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ്, ഇളവ് ഇല്ല. 1/6/2012 മുതലോ ശേഷമോ സ്ഥിര നിയമനത്തിൽ പ്രവേശിച്ച ജീവനക്കാരിൽ നിശ്ചിത കാറ്റഗറിയിലെ കേട്ടറ്റ് ഉൾപ്പെടെയുള്ള മതിയായ യോഗ്യത നേടിയവർക്ക് മാത്രം സ്ഥാനക്കയറ്റത്തിന് അർഹതയുള്ളൂ. നിശ്ചിത കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം ഇതിനോടകം നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ റിവേർട്ട് ചെയ്യണമെന്നും പുതിയ സർക്കുലർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉത്തരവുകൾക്കും വിരുദ്ധമായി അധ്യാപകരെ നിയമിക്കുന്നതോ സ്ഥാനക്കയറ്റം നൽകുന്നതോ ആയ എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്ക് അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ സ്വീകരിക്കണമെന്നും 21/3/2025 പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പറയുന്നു. താഴെ പറയുന്ന യോഗ്യതയുള്ളവരെ കേട്ടറ്റ് യോഗ്യത നേടുന്നതിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. 18/66/829 J3 17 പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 9/3/2018 സർക്കുലർ പ്രകാരം കേട്ടറ്റിൽ നിന്നും ഈ കൂട്ടരെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 1 നിന്നും CTET എലിമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 2 നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. നെറ്റ്, സെറ്റ്, MPhil, PhD, M.Ed എന്നീ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കുന്നതാണ്. 31/3/2012 മുമ്പ് സർവീസിൽ പ്രവേശിച്ച സർക്കാർ എയ്ഡഡ് അനധ്യാപകർക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ കേട്ടറ്റ് പാസ്സാകണമെന്ന നിർബന്ധം ഇല്ല. 2017-18 അക്കാഡമിക് വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 30 ദിവസത്തിലധികമുള്ളതും എന്നാൽ 1 വർഷത്തിൽ കുറവുള്ളതുമായ അവധി ഒഴിവുകളിൽ നടത്തുന്ന ഡെയിലി വേജസ് വേതന അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾക്ക് കേട്ടറ്റ് യോഗ്യത ഉള്ളവർ ലഭ്യമല്ല എങ്കിൽ കേട്ടറ്റ് ഇല്ലാത്തവരെ പരിഗണിക്കണമെന്നും ഈ സർക്കുലർ പ്രതിപാദിക്കുന്നു.